പശ്ചിമേഷ്യൻ യുദ്ധം അറുതിയില്ലാതെ തുടരുകയാണ്. അതിനോടൊപ്പം ഹോർമൂസിന്റെ പേരിലുള്ള തർക്കം രൂക്ഷമായ പോരാട്ടത്തിലേക്ക് കടക്കുകയുമാണ്. ഇറാൻ അമേരിക്ക സംഘർഷ സാഹചര്യത്തിൽ ആശങ്കയായി പുതിയ നീക്കങ്ങൾ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാന്റെ കൂറ്റൻ എണ്ണക്കപ്പൽ തടഞ്ഞ് ഹോർമൂസിന് പുറത്തും അമേരിക്ക പ്രതിരോധ നടപടികൾ ശക്തമാക്കി. അതേസമയം ഹോർമൂസിൽ ഇറാന്റെ നിയന്ത്രണം തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏത് കപ്പലും അവ എത്ര ചെറുതാണെങ്കിലും വെടിവെച്ച് വീഴ്ത്താനായിരുന്നു നാവികസേനയ്ക്ക് ട്രംപ് നൽകിയ ഉത്തരവ്. ഹോർമൂസ് കടലിടുക്കിൽ യുഎസിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ ഇറാനെ തകർക്കാൻ ആണവ യുദ്ധം ഉപയോഗിക്കുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഒരിക്കലും ഇല്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. We've totally, in a very conventional way, decimated them without it. No, I wouldn't use it. A nuclear weapon should never be allowed to be used by anybody. വൈറ്റ് ഹൗസിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം ഇസ്രയേൽ ലെബനൻ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി വൈറ്റ് ഹൗസിൽ ചർച്ചകൾ തുടരും. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.